എം.വി. ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട്. ചന്ദ്രശേഖർ വേദിയിലിരുന്നതിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് വലിയ വിമർശനം വരുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസിനെ വിമർശിക്കാനൊന്നും ഒരു അവകാശമില്ല. കോൺഗ്രസ് പറഞ്ഞത് ഈ പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നാണ്. ഓർമ്മയില്ലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഞങ്ങൾ വിമോചന സമരത്തിൻ്റെ തുടക്കം കുറിക്കുകയാണെന്നുകൊണ്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അതിന് നേതൃത്വം കൊടുത്ത വിഭാഗം ഇവരെല്ലാം. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ വിഷയം കൊടുക്കാൻ. അതുകൊണ്ട് അമ്മാതി വർത്തമാനത്തിനും യാതൊരു, അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഈ പരിപാടിയിൽ അവരെങ്ങനെ പങ്കെടുക്കുക? ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക? മനസാക്ഷി കുത്താണ്. അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവർ ആരാ പറഞ്ഞു പങ്കെടുക്കാൻ പറ്റില്ല പറഞ്ഞത്? ആളെ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അസംബന്ധം പറയാണ്. വെറുതെ തറക്കല്ലിൽ പല ആൾ ഇട്ടിട്ടുണ്ടാവും, തറക്കല്ലിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതുപോലെ തന്നെ കരാറുണ്ടാക്കി. കരാർ ഞങ്ങൾ അന്നും ഇന്നും ശക്തിയായി ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇന്നത്തെ മനോരമ വായിച്ചു നോക്കും, ഇവിടെ ഡൽഹിയിൽ തന്നെ എന്താ ഓഹരി വെച്ചത് എങ്ങനെയാണെന്ന്, അപ്പോൾ മനസ്സിലാവും. പക്ഷേ ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു പലരെയും ഉറക്കം കെടുത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ചില്ല എന്നൊരു, മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് കൂടിയായിട്ട് അതിനെ എതിർത്ത് സംസാരിച്ചില്ല എന്ന് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലാവാനായിട്ടാണ്. ആരാ ആദ്യം പ്രസംഗിച്ചത്? ആദ്യം പ്രസംഗിച്ചതെന്ന് വെറുതെ ചോദ്യം ചോദിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞാൽ വെറുതെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അവിടെ അധ്യക്ഷ പ്രസംഗം നടന്ന് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് അവസാനിച്ചു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ സ്വാഗതം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു, ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു, ചടങ്ങ് അവസാനിച്ചു. അങ്ങനെ വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മറുപടി പറയണേ ഇപ്പല്ലേ പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്നെ മറുപടി പറയാം, ഇപ്പം മറുപടി പറയാം. എന്താ കുഴപ്പം? മാസ്റ്റർ നിലപാട് എന്താ? അതായത് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നതാണ് ഇന്നലെ ശശി തരൂർ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അതിൽ CPIMന്റെ ഒരു നിലപാടെന്താണ്? അല്ല, കോൺഗ്രസിന്റെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ്. കാരണം അവരിത് ഇതുണ്ടാവാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത് അവർ. അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന്. വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു മധ്യഘട്ടത്തിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതിവിടെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ച കോൺഗ്രസിനും അതുപോലെ തന്നെ UDFനും എന്തടിസ്ഥാനത്തിലാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക? അവരെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ്. അതിൻ്റെ സംശയം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കുതിപ്പാണ് ഇന്നലെ അവിടെ ഉണ്ടായത്, ഔപചാരികമായിട്ടുണ്ടായത്. അതിന് മുമ്പേ തന്നെ കപ്പൽ വരാനും പോകാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. ഇന്നലെ ഉണ്ടായത് അതാണ്. അതവരെ ഉറക്കം കെടുത്തുന്നത് തന്നെയാണ്. അത് പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനായിരിക്കണം, അതിനെ എതിർക്കാൻ പുറപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? പക്ഷെ അദാനി എപ്പോഴും പ്രതിപക്ഷം എതിർക്കുന്നതാണ്. അദാനി അംബാനി തുടങ്ങിയ വ്യവസായികളെ പ്രതിപക്ഷം ദേശീയതലത്തിൽ എതിർക്കുന്നു. എപ്പോഴാണ് തുടങ്ങിയത് ഈ എതിർപ്പ്? അല്ല, ഈ ചോദ്യം ഇങ്ങനെ ഇമാതിരി ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും അതിന് പറയട്ടെ, അത് മറുപടി പറയട്ടെ. അതിന് മറുപടി പറയട്ടെ. അതായത് കോൺഗ്രസ്സുകാർ അദാനിയെയും അംബാനിയെയും ടാറ്റയെയും ബിർളയെയും എല്ലാം എതിർക്കുന്നവരാണത്രേ. എപ്പോഴാണ് എതിർക്കുന്നത്? ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ്. അതിൻ്റെ തുടർച്ചയാണ് BJP. എന്നിട്ട് പുതിയ എന്തോ ഒരു അധ്യായം തുറന്നതുപോലെ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എതിർക്കുകയാണ്. ആരാ പറഞ്ഞ് എതിർക്കുകയാണെന്ന്? വർഗപരമായിട്ട് ഒരു നിലപാട് വ്യത്യാസമില്ല കോൺഗ്രസിനും BJPക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPIMന് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളുടെ പാർട്ടി പരിപാടി വെച്ച് നോക്കണം, അപ്പോൾ മനസ്സിലാവും എന്താ വ്യത്യാസം. അദാനി മാത്രമല്ല, ഈ ലോകത്തിൽ ആരുമായിട്ട് സഹകരിക്കും. വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏതൊരു മൂലധന നിക്ഷേപത്തെയും CPIMന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകും. ഇതാ CPIMന്റെ നിലപാട്. പോരെ? എന്ത് നോക്കുമ്പോൾ അതിൻ്റെ അതൊരു വർഗീയത ഉണ്ടാവും. എന്തെന്നാ ഇത്? പിന്നെ അതിന് മലയാളം ഒരു ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിൻ്റെ പേരാ ശത്രുരാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അത് ഉള്ളതെന്തിനാ ഇല്ലാണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ.
ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം, ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം, ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര. ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളതിൻ്റെ വിഷം ഉച്ചിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമത്തെ ഉപയോഗിക്കുകയാണ്. ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ജനം ഉൾപ്പെടെ. അതല്ല, അതൊക്കെ എത്രയോ വർഷക്കാലം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടാകുന്ന വിവാദങ്ങൾ അനാവശ്യമാണ്. ഇത് വിമർശിക്കാൻ കോൺഗ്രസിന് ഒരു അർഹതയുമില്ല എന്ന് പറയുകയാണ് എം.വി. ഗോവിന്ദൻ.